ഓജോ ബോർഡിൽ വിശ്വാസം അർപ്പിച്ച ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിത്. ഇത്രയും വർഷങ്ങളായിട്ട് ആത്മാവിലും പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വസിക്കാത്ത ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് ശേഷം അതിനെ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിനിമകളിലും മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടും കേട്ടറിവ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നോ ഇത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ആത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഈ വിശ്വാസങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നും മാറി എന്നുള്ളതാണ് സത്യം. നമ്മളപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇതിൽ കുറച്ച് വിശ്വാസമുള്ള ആൾക്കാർ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ധൈര്യമുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തരും ഇതാണ് ഇതിന്റെ മുകളിൽ വിരൽ വെച്ചിരുന്നത്, കോയിൻസിന്റെ മുകളിൽ. ഇപ്രാവശ്യം നമുക്ക് കുറെ ആളുകൾ നമുക്ക് കമന്റ് ചെയ്ത് പിന്നെ കുറെ ആൾക്കാരോട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ 4 ആളും കൂടെ ഒരുമിച്ച് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ വിരൽ വെക്കും. ആരും വിരലെടുക്കാതെ നമ്മൾ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയും. ഞാനേ വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്നു പണി കഴിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഉണ്ട് 4-5 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ബാക്കിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഇവരപ്പോൾ വീഡിയോ എടുക്കാൻ. അന്ന് പിന്നെ ഒന്നും കണ്ടാത്തൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അന്ന് തന്നെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പേര്. ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇവര് 4 ആളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ബാക്കിയാവുന്നു. അപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തിട്ട് വെച്ചപ്പോ എന്നാ ശരി ഞാൻ നിങ്ങളൊപ്പം വരാം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോന്നു. കയറി കുറച്ചു നേരം ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ച് പിന്നെ തുടങ്ങി പരിപാടി തുടങ്ങി. ഞാൻ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അങ്ങനെ മേലെ ഇരുന്ന് വീഡിയോ എടുത്തു. കുറെ നേരം എടുത്തു. ഇവരൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മൾ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇവര് നമ്മളെ വിശ്വാസം ഇല്ലാത്ത കാരണം നമ്മൾ ഒപ്പിക്കാനുള്ള പരിപാടി വിചാരിച്ചിട്ട് ഞാൻ നോക്കി. ശരി എന്നാ അങ്ങനെ കുറച്ച് ഞാൻ ഇവരെ ഒന്ന് നോക്കാം. എന്താ ഇവര് ഏതുവരെ പോകും നമുക്ക് നോക്കാലോ. ആത്മാവ് വരുമോ ഇല്ലെന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആത്മാവ് വരുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്കറിയില്ല കറക്റ്റായിട്ട്, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈമൊരു വിറയിൽ വരുന്നൊക്കെയാണ് നമ്മളോട് ഇവർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാലേ ഈ ഓജോ ബോർഡിന് ആദ്യം അവൻ എന്നെ വിളിച്ചു. ആദ്യം നമുക്ക് ഓജോ ബോർഡ് വിളിക്കണം വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പിന്നെ നമുക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴെ തന്നെ ഞാൻ അതിന് ഒഴിഞ്ഞു മാറിയതാ. ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ വെക്കോളി, നിങ്ങളെവിടെ വെച്ചാൽ പൊരുത്തോളിയാണ്. അത് കാരണം അന്നേ എൻ്റെ ഉള്ളിൽ ചെറിയ ഭയമുണ്ട്. കാരണം നമ്മൾ ഈ ഫിലിമിലൊക്കെ ഈ പണ്ടാരം കണ്ടതാണല്ലോ, ഈ ഓജോ ബോർഡ് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആദ്യം നമുക്ക് വിരൽ വെച്ചോ, എല്ലാവരും കൂടി ഒരുമിച്ച് വെച്ചോക്കാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, 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 ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. സമയം ഏകദേശം 12 മണി ആയപ്പോഴാണ് ഓജോ ബോർഡ് ഞങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇതിനു മുൻപ് ചെയ്ത പോലെ കുളത്തിന്റെ കരയിൽ ഇരുന്നിട്ടല്ല ചെയ്തത്. പകരം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ആ ഒരു സമയത്ത് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 5 പേര്. ഓജോ ബോർഡ് പ്രവർത്തിപ്പിക്കുന്ന ഞങ്ങൾ 4 പേരും ക്യാമറ എടുക്കാനായിട്ട് അപ്പും മാത്രം. ഞങ്ങൾ 5 പേര് മാത്രമാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ ഓജോ ബോർഡ് ചെയ്ത സമയത്ത് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് രണ്ടാമത്തെ തവണ ഞങ്ങൾ ഓജോ ബോർഡ് പ്രവർത്തിപ്പിച്ചത്. പക്ഷെ ഇത്തവണ ആത്മാവ് വന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മ കളിക്കല്ലട്ടാ, നീക്കി കളിച്ചില്ല. എന്താ വൈകുന്നേരോ എടാ എന്തെന്താ മച്ചാനോ എന്താ എന്താ എടാ എന്താണ് പ്രശ്നം? എന്താ വെളിച്ചം കാണാൻ
എന്താ പറയണ? ഒരു 3 റൗണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കൈ വെച്ചു. എനിക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആദ്യ റൗണ്ടൊക്കെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഇങ്ങനെ ഒരു പോലെ എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാണോ ഈ കറക്കണേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ കറങ്ങി, ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കറക്കുകയാണെന്ന് ഇങ്ങനെ വിചാരിക്കണം. സത്യം പറഞ്ഞാൽ ഞാനല്ല കറക്കിയിട്ടുള്ളത്. ഞാനോട്ട് അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ കൈമ കൂടി എന്തോ ഒരു ഇത് ഇങ്ങനെ ചലിക്കണ പോലെ എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യും. എങ്ങനെ കറങ്ങണ രീതിയിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. പെട്ടെന്നുണ്ടെങ്കിൽ ആ കറങ്ങി തീരലും ആ ഗ്ലാസ് കുറച്ചങ്ങോട്ട് തെല്ലി നീളും. ആ 4 മെഴുകുതിരി ഒറ്റ കിടല ആ സ്പോട്ടിൽ അത് കെട്ടു. അത് കെട്ടുമെന്നല്ല, പിന്നെ ഞാൻ തൊട്ടടുത്തിരിക്കണ ആരിസിനെ നോക്കി. ഓൻ്റെ നിലവിളെ ഞാൻ കേൾക്കണേ. നിലവിളി കേട്ട് നോക്കുമ്പോൾ അവനവിടെ കാണാനില്ല. ഇവിടെ ആ ലൈറ്റില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ ആ മൂലൊക്കെ പോയിട്ട് ഒതുങ്ങിയിരിക്കണത് പേടിച്ച് വിറച്ചിട്ട്. ഞാൻ നോക്കുമ്പോൾ അവനിങ്ങനെ കിടുകിടാ വിറക്കണം. അവൻ്റെ കൈ ഇങ്ങോട്ട് ബലം വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് വിറക്കണം അവൻ്റെ കൈ. എന്റെ കയ്യും തോന്നുന്നു പിടിച്ചതാ. എന്റെ കൈമ എന്താണ്? എന്തുണ്ടായി? എന്റെ കൈമ ഒന്നുമില്ലല്ലോ. എന്റെ കൈ പിടിച്ചു. ഇല്ലല്ലോ. എന്റെ കയ്യും എന്തോന്നു എന്തുണ്ടായി പറയും? എന്റെ കയ്യും എന്തോന്ന് പിടിച്ചതാ. ഒന്നും പിടിച്ചിട്ടില്ല. അത് വേണ്ട. ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിച്ചത്. എല്ലാ പ്രതീക്ഷകളും മാറ്റിയിട്ട് അവിടെ മറ്റു ചില കാര്യങ്ങൾ സംഭവിച്ചു. ചുരുക്കം പറഞ്ഞാല് ഞാനിതിൽ പെട്ടതാ. ഞാനും സിദ്ധിയും കൂടി അവിടെ പാലത്തുമ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിട്ട് വന്നതാണ്. ഒന്ന് യാലിയത് ഇതേവരെ മുന്നിക്കാം. ഞാൻ വണ്ടിമുക്ക് നോക്കിയപ്പോൾ ഈ ഓജോ ബോർഡ് എടുക്കുന്നുണ്ട്. കുറച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ കാട്ട, എങ്ങനെയല്ലോ ഒന്ന് മുങ്ങണല്ലോ. സമ്മതിച്ചില്ല. വേഗം പിടിച്ച് മുകളിലേക്ക് കയറ്റി കളി തുടങ്ങി. കളി തുടങ്ങിയപ്പോൾ അപ്പം തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ട്. ഞാനതിങ്ങനെ പിടിച്ച് നിർത്തിയായിരുന്നു. അങ്ങനെ അവനൊക്കെ ഒഴിവാക്കി. പിന്നെ കൈയൊക്കെ വെച്ച് എന്നെ നീക്കി കളിച്ച് കുറച്ച് കഴിഞ്ഞൊക്കെ ഞാൻ നീക്കണ മാതിരി തോന്നി. അപ്പം എനിക്കത് തോന്നി ഇവർ സ്വയം എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന്. അപ്പം അങ്ങനെ ചോദിക്കേണ്ട പോലോട് എന്താണ് നീക്കി കളിക്കണേ. അപ്പോൾ ആ മറ്റോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് ഇജെന്താ കാട്ടണമെന്ന് ചോദിച്ച്. അതിലെൻ്റെ കുറവും പോയി. അതിലെൻ്റെ ഉള്ളിൽ കൂടെ ഒരു കയറിയിട്ടുണ്ട്. എന്ത് ചെയ്യണ് പെട്ടിയില്ലേ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കിടന്ന് കറങ്ങൽ തുടങ്ങി. അപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഇവര് പേടിപ്പിക്കാവും. പക്ഷെ അങ്ങോട്ട് ശ്രദ്ധ പോകുന്നുണ്ട്, ഇങ്ങോട്ട്. പക്ഷെ അപ്പോഴും എന്താണ് എനിക്ക് തോന്നുന്നത്, ഉണ്ട്. പെട്ടെന്ന് ഇതിൻ്റെ ലൈറ്റാണ്ട് കിടലും എൻ്റെ കയ്യും എന്തോ ഒരു തീയുണ്ട വന്ന് വീണ മാതിരി ഒരു പിടുത്താണ്. ആ പിടുത്തം അങ്ങോട്ട് പിടിച്ചപ്പോൾ ഞാനൊരു ഓട്ടങ്ങ് ഓടി. അത് തോന്നിയടാ. കൈയൊക്കെ ഇങ്ങനെ നിർത്തി വെക്കുന്ന ആ ഒരു സമയത്തെ പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സമയത്ത് അനക്കല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ നിങ്ങളെ പിടിച്ച് ഇറക്കാന്ന് വിചാരിച്ചിരിക്കണത്. അല്ല, നിങ്ങൾ പിടിച്ച് ഇറക്കിയല്ലേ. ഞങ്ങൾ അനക്കില്ല. ഞങ്ങള് ക്ലാസ്സിന്റെ കൈ വെച്ചു. എന്റെ കയ്യുമ്പോ എന്തോന്നു പിടിച്ചു, ഉറപ്പാ. അതിൽ എനിക്ക് ഒക്കെ എറിഞ്ഞു പോന്ന ഞാൻ ഒരു ചെറിയൊരു വിറയല് പോലെ എന്റെ കയ്യിൽ നിന്ന് വന്ന്. അങ്ങനെ ഒരു 4-8 പേര് ഇങ്ങനെ കറക്കിയൊക്കെ അത് മറ്റേ അത് പറയുമ്പോഴേക്ക് മനസ്സിലായി ഇത് എന്തോ നമ്മളെ ഒപ്പിക്കാനുള്ള പരിപാടി വെച്ച് ഞങ്ങൾ നിന്നു. ഏതറ്റം പോകുന്നത് നമുക്ക് നോക്കാലോ. അങ്ങനെ 1 പേര് കറക്കി നിന്നപ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു തോന്നണ്ട, എന്തെങ്കിലും ഒരു ഒറിജിനാലിറ്റി തോന്നണ്ട. അപ്പൊ ഇങ്ങനെ നോക്കി എന്തേലൊക്കെ വരും. പെട്ടെന്ന് തന്നെ ഗ്ലാസ് നീങ്ങണ്ടപ്പോ ഇതൊന്നിപ്പോ എങ്ങനെ പെട്ടെന്നൊരു കാറ്റ് ആ ലൈറ്റിനെ കിട്ടും. അതിലുണ്ട് എന്റെ കിളിയാണ് പോയി. എന്താ ഒരു കാറ്റ് വന്നേക്ക് എന്റെ കിളി പോയി. എന്താ കാറ്റ് ഇങ്ങനെ നോക്കുക, ചുറ്റോറം നോക്കിയപ്പോഴേക്കും ആരിസിന് നിലവിളി. അതിലാകെ പേടി. ലൈറ്റ് പോയി, ആകെ ലൈറ്റും കെട്ടു. കയ്യിലും ലൈറ്റ് ഇല്ല, ആരിസിനും കാണാനില്ല. പെട്ടെന്ന് എന്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ടായിരുന്നു. ഫോണിട്ട് ഫ്ലാഷ് അടിച്ചപ്പോൾ ഉണ്ട് 200 ആരിസിനെ കാണാനില്ല. ആരിസ് എവിടെ പോയി നോക്കുമ്പോൾ ആരിസ് ഒരു മൂലൊക്കെ പോയി തെറിച്ചിരുന്നു, കൈയും കാലും പറിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ തരിപ്പോ, ഈശ്വര ഇനി നമ്മളെ ഒപ്പിക്കാനല്ലോ ഒന്നും വരാനില്ലല്ലോ. ആകെ പേടിച്ച് ഒന്ന് നോക്കിയപ്പോ ആരിസിനെ കൈയും കാലൊന്നും വിറക്കി. ആരിസാണെങ്കിൽ ഒന്ന് വിറച്ചിട്ട് പേടിച്ചിട്ട് പ്രാങ്കായിട്ട് തോന്നിയില്ല എന്നോ ഒറിജിനാലിറ്റി അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരു ചെറിയൊരു കാറ്റ് പോലെ വന്നിട്ട് മെഴുകുതിരി പെട്ടെന്ന് അങ്ങോട്ട് കെടുകയുണ്ടായത്. അതിനുശേഷം സംഭവിച്ചത് ആ മെഴുകുതിരി അങ്ങോട്ട് കെട്ടപ്പോ പിന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആരിസിന്റെ ഒരു കരച്ചിൽ പോലെയാണ് ഞങ്ങൾ കേട്ടത്. ഒരു ചീറലവിടെ കേട്ട്. പെട്ടെന്ന് ഞങ്ങള് ഫോണുണ്ടായിരുന്നു. ഫോൺ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അതിങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് തപ്പി പിടിച്ചെടുത്ത് ലൈറ്റൊക്കെ കത്തിച്ച് നോക്കിയപ്പോൾ
ആയിരത്തി അവിടെ മൂലക്കിൽ ഒരു മൂലുണ്ട്, അവിടെ പോയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. ഞങ്ങളോട് ചെന്നപ്പോൾ ഞങ്ങളോട് പറയാം ഇങ്ങോട്ട് വരണ്ട എന്നാണ് ആദ്യം അവൻ പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞാൽ മറ്റൊന്നും വേണ്ട, ഈ പരിപാടിക്ക് നിൽക്കണ്ടെന്നുണ്ട്. കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നോക്കിയാലോ? പേടിക്കണ്ട, ഒരു 5 മിനിറ്റ് ഇരിക്കും. റിലാക്സ് ആവും. അപ്പൊ ഓഫായിക്കാടാ കുറച്ചേ എടാ അതാ ഒരു ഇതില് തോന്നിയടാ തരിപ്പ് കയറി ചിലപ്പോ കേറിയിട്ടുണ്ടോ, ചിലപ്പോ അതുകൊണ്ട് തോന്നണാവും ചിലപ്പോ എനിക്ക്. ഇങ്ങനെ ഇരിക്കണ്ട, നമ്മക്ക് അത്ര ചെറിയൊരു വൈബ്രേഷൻ പോലെ അല്ലേ? വേദന ഒന്നുമില്ല. എനിക്ക് പറഞ്ഞു പിടിച്ചു ഫസ്റ്റ് നിങ്ങൾ ആരും ഇതാക്കിയല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഏതാന്ന് ഞാൻ ചോദിച്ചു. ഞാനും മറ്റുള്ളവർക്ക് ചോദിച്ചു എന്താ സംഭവം എന്താന്ന്. അപ്പൊ അങ്ങനെ പറയും എന്റെ കൈമക്കൂടി എന്തോ വന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു അപ്പൊ എന്റെ കൈമക്കൂടിയും കയറി വന്നത് ഇതന്നെയാണോ, ഇതെന്താ സംഭവം എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഓരോന്നിങ്ങനെ പറയലെടുത്തി, ഇത് വേണ്ട, അത് ശരിയാവില്ല, ഇതിൽ ആരോ വന്നിക്കണ്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇവിടെ തെറിച്ചു വീണ സൗണ്ട് വരാൻ കേട്ടു. അപ്പോഴാണ് ഞാനും തന്നെ ഈ കൈവറയിലൊന്നും എൻ്റെ നിന്നാണ് മാറി കിട്ടിയത്. അതുവരെ ക്ലാസ്മേറ്റ് കൈ കിടന്ന് പറഞ്ഞിട്ടെങ്കിൽ നീങ്ങിക്കാതെ ലേറ്റ് കടലും അതുവരെ എന്റെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണ്ട് പോക്കും തെറിച്ചു വീഴലും പിന്നെ ഓന്റെ കൈ ഇത് കണ്ടപ്പോൾ എന്റെ കൈന്റെ വിരലും കയറും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത്. എന്നിട്ടാണ് ഓൻ നോക്കുമ്പോൾ പറഞ്ഞത് ആരോ വന്നിട്ടുണ്ട്, എന്തൊക്കെയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു വിധത്തില് സത്യം പറഞ്ഞ എന്റെ മനസ്സിലും ചെറിയൊരു പേടി കയറിയിട്ടുണ്ട്. കാരണം ഓന്റെ ആ രംഗം കണ്ടിട്ടുണ്ടെങ്കിലും ആരായാലും അങ്ങനെ ഇത് ചെയ്ത് നമ്മളറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും മനസ്സിലൊരു പേടി കയറിയിട്ടുണ്ടാവും. അങ്ങനെ എന്റെ മനസ്സിലും പേടി കയറി. എന്നാലും ശരി ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ചും കണ്ട് ഓനക്ക് അപ്പൊ തന്നെ പറഞ്ഞു എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കും വീട്ടിൽ പോകാനും നല്ല കൊതി ഉണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തി കിട്ടിയാൽ മതിയെന്ന്. കാരണം എന്റെ വീട്ടിൽ ഇവിടുന്ന് പോകാന്ന് വെച്ചാല് 2 മലയുടെ സൈഡിൽ കൂടി നടന്നിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ. ആ സമയത്തുണ്ടായിരുന്നൊരു ഫീൽ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പെട്ടെന്ന് സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരിക്കലും ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോ നമ്മളെ പ്രാങ്ക് ചെയ്യാണോ അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി. കൈ കൊണ്ട് ഒരു മടങ്ങാത്തൊരു ലെവലായിപ്പോയി. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് മനസ്സിലേക്കൊരു ഇത് വന്നു. ഒരു എന്താണെന്ന് അറിയില്ല, ഒരു കയ്യിനൊരു വിറയിൽ പോലെ പെട്ടെന്നൊരു ഇത് വന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ആ മെഴുകുതിരി കെട്ടതും. പക്ഷെ അപ്പോൾ ഇതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞ ഒരു അപാര ഫീലിംഗ് തന്നെയായിരുന്നു അത്. നിങ്ങൾ ഇളക്കിയതല്ലേ? ഞാൻ ഇളക്കിയില്ല, ഞാൻ ഇളക്കിയിട്ടില്ല. എടാ ചിലപ്പോ ആ ആത്മാവ് വന്നാവും, അയന്നാവും ചിലപ്പോ. വന്നിക്കണ് എനിക്കത് തുടങ്ങുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നൊരു കാര്യം നമുക്കൊന്നും കൂടെ നോക്കാം. എന്താ അറിയോ, ഇപ്പൊ നമുക്ക് നല്ലൊരു പിടിവലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് വന്നിരുന്നില്ല, ഇപ്രാവശ്യം നമ്മൾ നോക്കിയപ്പോ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഇല്ലാതാക്കരുത്. ഇല്ല നമ്മൾ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തരജുവായോ ആരാ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അത് ആരാ വന്നിരിക്കണം അറിയാൻ വേണ്ടിട്ടാണ്. ആരിസിന്റെ മുഖം കണ്ടപ്പോ തോന്നി സംഭവം എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. കാരണം അവന്റെ ആ നിലവിളിയും ആ വെറിയും കണ്ട ആ മൂലയ്ക്ക് അവിടെ ഇരുന്നാൾ ഈ മൂലയ്ക്ക് പെട്ടെന്ന് തട്ടിയെറിച്ച് എത്താറുമ്പോ ചില്ലറ പരിപാടിയല്ലല്ലോ, എന്തേലൊക്കെ ഉണ്ടാവുകയാക്കാരും വിചാരിച്ചു. പക്ഷെ ഭയങ്കര ആ ടൈമിൽ ആ കാറ്റ് ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോ ഞാനും വിചാരിച്ചില്ല എങ്ങനെ വരുന്നു. അതില് ആകെ പേടിച്ചുപോയി. ഈ സംഭവം നടന്നിട്ട് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതിന്റെ തലേദിവസം ഞങ്ങൾ പോയിരുന്നു. അന്ന് രാത്രി അവനെ ഞങ്ങൾ ഒരു വിധത്തിൽ വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവരോട് ഞങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത്രയും ഞങ്ങളവനെ പറഞ്ഞ് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറോ എടുത്തിട്ടാണ് അവനോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുമില്ല, പേടിക്കണം, നമ്മൾ ആ ഒരു ലെവലിലാണ് അവർ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അതിനുശേഷമാണ് ഞങ്ങൾ അന്ന് അവിടുന്ന് പോന്നിട്ടുള്ളത്. അടുത്ത ദിവസം ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല അവൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു 11 മണി സമയത്ത് വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആൾ ഏകദേശം നോർമലാണ്. പക്ഷെ അന്ന് വൈകുന്നേരം വീണ്ടും അവന് ആ ഒരു പേടി. ഞങ്ങളന്ന് വൈകുന്നേരം അവനോട് ചോദിച്ചു എന്താണ് സംഭവിച്ച ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവന്റെ മുഖത്ത് ശരിക്കും ആ ഒരു പേടി
കാണാൻ പറ്റിയത്. എനിക്ക് പെരീക്ക് പോകണോ? പെരേക്ക് ആക്കി തരാം, വീട്ടിലേക്ക് ആക്കി തരാം. വീട്ടിലാക്കി നമ്മളിപ്പോ ഒന്നും ഇതാക്കണില്ല. നമ്മളിപ്പോ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വരുത്തുകയാണ്. പേടിക്കണ്ട, അങ്ങനെ ഒന്നും പേടിക്കണ്ട. ആരാ എന്താ നമ്മൾ വരുത്തിപ്പിക്കുക. ഇനി വരുമല്ലോ ഒന്നുപടി നോക്കുക. ഭയങ്കര ചൂടാ കൈ, ഭയങ്കര ചൂട്. പൊള്ളിമാരി എനിക്ക് തോന്നി. കൈയൊരു പൊള്ളി. അത് ഞാൻ ഇവിടെ ഇട്ടെറിയും. ഞാൻ പാഞ്ഞ് മണ്ടിയതാണ്. അത് തടഞ്ഞു ഇവിടെ വീണതാണ്. ആ ഇതിമ തട്ടി തടഞ്ഞു വീണു. വല്ല കുരുത്തിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ അവിടുന്ന് അങ്ങോട്ട് വണ്ടാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വണ്ടാണ്. ഞാൻ ആ വീണിട്ടില്ലെങ്കിൽ ഞാൻ ഇത് ചാടും. കൃത്യമായി വേണ്ടു. പടച്ചോന്റെ കാരണവും കൊണ്ടാ തോന്നുന്നുണ്ട്. ആ സ്റ്റൂള് ഒരു മേശ ഉണ്ടായിരുന്നു, അതിമ തട്ടി തടഞ്ഞ് അവിടെ നിലത്ത് വീണതുകൊണ്ട് ഞാൻ കീപ്പട്ട് പോയില്ല. അല്ലെങ്കിൽ ആ തിണ്ടെടുത്ത് ഞാൻ ചാടിയും പാഞ്ഞിരുന്നു. എങ്ങോട്ടാന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൻ്റെ എന്താ ഈ കയ്യിൻ്റെ ഇതിലിങ്ങനെയാണ് വന്നത്. ഇതിലിങ്ങനെ വന്നിട്ട് ഒരു പൊടുത്തം, എന്താ പറയുക, കട്ട ചൂട് പറഞ്ഞാൽ എൻ്റെ കയ്യൊരു പൊള്ളി. അതിലാണ് ഞാൻ അതൊക്കെ പടം വലിച്ചങ്ങാണ്ട് എങ്ങടെ വെച്ചാണ് പാഞ്ഞ. നേരെ മറ്റേ ഓപ്പോസിറ്റ് പായാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ കോണി ഇതൊക്കെ പാടെ എടുത്തിട്ട് കീപ്പിട്ട് മുന്ത കുത്തി വീണ് ആകെ പണ്ടാറടങ്ങിയിരുന്നു. എന്താ പറയാ, ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ പെട്ടുപോയി. ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ഞാൻ ജീവിതത്തിൽ ഈ പരിപാടിക്ക് ഞാനില്ല, മനസ്സിലായി. ഇതിൽ നമ്മൾ ക്യാമറ എടുത്ത് തരുന്ന അപ്പു വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങൾ അവനെ പിടിച്ച് ക്യാമറമാൻ ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവൻ ഫസ്റ്റ് ഞങ്ങൾ അവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മളിങ്ങനെ ഒരു ഇത് ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണെന്നൊന്നും പറഞ്ഞിരുന്നില്ലേ. അവനും ഈ കാര്യത്തിൽ വിശ്വാസമില്ല. പക്ഷെ ഇത് സംഭവിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, അവന്റെ ആ ഒരു പേടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുന്ന ശരിക്കും കണ്ടു ഞാൻ. ആ ഒരു സമയത്ത് ആരിസിനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആരിസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു ആരിസിന്റെ ആ ഒരു ഫീലിംഗും അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ട്, സംഭവമുണ്ട്, പ്രേതമുണ്ട്, പിശാചുണ്ട്, ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആര് വിളിച്ചാലും നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവരൊക്കെ വരും, ഉറപ്പാണ്. ചില ആളുകൾ പറയുന്നത് ഈ സമയത്ത് നമ്മൾ ഓജോബോർഡ് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ മറ്റൊരു രീതിയിലേക്ക് ആക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷെ ചില ആളുകൾ പറയുന്നത് ചില സമയത്ത് ആത്മാവ് എന്ന് പറയുന്ന ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്, ആത്മാവാണ് നമ്മളെ കൊണ്ട് നീക്കിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചില ആളുകൾ ഇതൊരു സയന്റിഫിക് ആയിട്ട് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ ഇരുന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീലിംഗ് വന്നത് ഹാരിസിനാണ്. ഹാരിസ് അവിടുന്ന് എങ്ങനെ പോയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഹാരിസ് ആ സമയത്ത് നോർമൽ ആയിരുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇന്നലെ സംഭവിച്ചത് ഒരു തെറ്റാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. കാരണം ആ ആത്മാവ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പേടിച്ച് മാറാൻ പാടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ വിരൽ വെച്ച് ധൈര്യത്തോടു കൂടി നിൽക്കണ്ടായിരുന്നു. പക്ഷെ മെഴുകുതിരി കടലും എല്ലാം കൂടി സംഭവിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇതുണ്ടായത്. പിന്നെ ആ വന്ന ആത്മാവ് ഏതാണെന്നോ ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത് അങ്ങോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. ഈ കാര്യം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഏകദേശം നോർമൽ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങളങ്ങനെ ആലോചിച്ച് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറയരുത്, ചില ആളുകൾക്ക് പേടിയുണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. കാരണം ഇത് നമ്മൾ ആ ഒരു ഓജോ ബോർഡായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്തതിന് ശേഷം നമ്മൾ അതിനോട് തന്നെ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരാണ്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ മരണം സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത ഒരു ഇതുമായിട്ട് ഞങ്ങൾ തിരിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എത്രത്തോളം അതിന് സാധിക്കുന്നറിയില്ല. കാരണം ആ ഒരു സമയത്തുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ചെയ്തു പോകും ചില കാര്യങ്ങൾ. എന്തായാലും മച്ചന്മാരെ, നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ആത്മാവുമായിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഈ ആത്മാവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലെന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമ്മൾ ഒന്നുകൂടി റിലാക്സ്ഡ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ക്ലിയർ ആയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഈ വീഡിയോയുടെ തന്നെ അടുത്ത പാർട്ടുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ.